നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ചോക്ലേറ്റിന്റെ അതേ രുചിയിൽ നമ്മൾ വീട്ടിൽ എങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്, വലിയ പണിയൊന്നുമില്ല. ഈ റെസിപ്പി നമുക്ക് പറഞ്ഞു തന്നത് കലച്ചേച്ചിയാണ്. കലച്ചേച്ചിയുടെ വേറൊരു റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് എങ്ങനെയാണ് ചോക്ലേറ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആൽമണ്ട് വേണം. ആൽമണ്ടും കൂടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് പാൽപ്പൊടി. പാൽപ്പൊടി ഒരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര അതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് വേണം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ കൊക്കോ പൗഡർ അതൊരു 3/4 ഗ്ലാസ്. ഇത് ഈ ഒരു ഗ്ലാസിന്റെ അളവിനാണ് എല്ലാം എടുത്തിരിക്കുന്നത്. അങ്ങനെ വേണം, നമ്മൾ എടുക്കുന്ന ഗ്ലാസിന്റെ ആ ഒരു അളവിന് വേണം, എല്ലാം ഒരേപോലെ വേണം അളന്നെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് എണ്ണ വെച്ചിട്ട് വേണമെങ്കിലും ഈ നെയ്ക്ക് പകരം നമുക്ക് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അതിന് ഒരു ടേസ്റ്റ് വ്യത്യാസമല്ല, ഒരു മണം വേറെ വരും. അപ്പൊ അതിലും നല്ലത് നമ്മൾ ബട്ടറോ നെയ്യോ ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പൊടികൾ, അതായത് പാൽപ്പൊടി, പഞ്ചസാര പൊടിച്ചു വെച്ചതും കൊക്കോ പൗഡറും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്കപ്പോ പഞ്ചസാരയും കൊക്കോ പൗഡറും പിന്നെ പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്യാം. പഞ്ചസാര ഞാൻ നന്നായിട്ട് പൊടിച്ച് തന്നെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൽപ്പൊടി ചേർക്കാം. നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ മിക്സ് ചെയ്യണം കേട്ടോ. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ തിളക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഡബിൾ ബോയിൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്കൊരു ഗ്ലാസിന്റെ പാത്രം ഞാൻ വെച്ച് കൊടുക്കുവാണ്. ഇനി നമുക്ക് നമ്മുടെ പൊടികൾ പയ്യെ പയ്യെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ട കെട്ടാതെ വേണം നമ്മൾ ചെയ്യാനേ. കുറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്കിങ്ങനെ കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്ന പാത്രം തീരെ അനുസരണ ഇല്ലാത്തതാ, അതിങ്ങനെ ഓടി ഓടി കളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാത്രമേ കുറച്ച് വലുതാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ പിടിച്ച് വെച്ച് ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ നമ്മൾ ഇച്ചിരി ഫിറ്റായിട്ടിരിക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കട്ടയൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനിയും ഞാൻ ഒരു ഗ്ലാസ് നെയ്യെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വേണ്ടി വന്നില്ല, കാരണം ഇച്ചിരി കൂടെ ബാലൻസ് ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മളൊരു കണക്കെടുത്താൽ ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ പൊടി ഒരു കട്ട പോലും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികൾ. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ മോൾഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഐസ് ട്രൈക്കകത്താണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. നമ്മളൊരു മോൾഡില്ലാത്തവരാണെങ്കിൽ ഐസ് ട്രൈ ആയാലും മതി. ഇതിപ്പോൾ ഞാൻ ഐസ് ട്രൈക്കകത്താണ് ചെയ്യുന്നത്. മോൾഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മോൾഡ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഐസ് ട്രൈക്കകത്ത് സെറ്റ് ചെയ്യാം. ഇത് എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ ഫ്രീസറിനകത്ത് വയ്ക്കണം. കുറച്ച് കുറച്ച് ചെയ്ത് കൊടുക്കും. പകുതി വരെ ഞാനിത് നിറയ്ക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്ക് ആൽമണ്ട് ഇട്ട് കൊടുക്കാമേ. ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി മാത്രം നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം.
ഇനിയിപ്പോൾ ഞാൻ ഓരോ ആൽമണ്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിന്റെ മേളിലേക്ക് വീണ്ടും ചോക്ലേറ്റിന്റെ ഇതായി ഒഴിച്ചു കൊടുക്കാം. ഈ നട്ട്സ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് ഇടണ്ടാവട്ടോ നടുക്ക്. ഞാൻ പിന്നെ ഒരു ഭംഗി ആയിക്കോട്ടെ എന്നൊക്കെ വെച്ച് അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പൊടിച്ചാണെങ്കിൽ ചേർക്കാം, അത് നമ്മുടെ ഇഷ്ടം എങ്ങനെ വേണം എന്നുള്ളത്. അതെ, കാഷ്യൂ ആണെങ്കിൽ ഉപയോഗിക്കാം. ആൽമണ്ട് തന്നെ വേണമെന്നില്ല. കാഷ്യൂ ഇഷ്ടമുള്ളവർക്കാണ് കാഷ്യൂ വയ്ക്കാം. ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നട്ട്സ് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ആൽമണ്ട് ഇടാതെ ഇത് ഫില്ല് ചെയ്യുന്നത്. ഞാനിപ്പോൾ മിക്സ് ചെയ്ത് ഏകദേശം ഇതിനകത്ത് ഫില്ലായി, കുറച്ചും കൂടി ഉള്ളൂ ബാലൻസ്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ആയി കഴിയുമ്പോൾ എടുക്കാം. പിന്നെ നമ്മൾ ബാക്കി വരുമ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഫ്രീസറിൽ വെക്കണം എന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പൊ എല്ലാരും കണ്ടല്ലോ എങ്ങനെയാണ് വീട്ടിൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ. നമ്മൾ പുറത്തുനിന്ന് കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലത് വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അല്ലാതെ ഇതിന്റെ വേറെ വേർഷൻസ് ഉണ്ട്. നമുക്കിപ്പോ കുറച്ച് നട്ട്സും ഒക്കെ ചേർത്തിട്ടാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണെങ്കിൽ കുറച്ചും കൂടി വേറൊരു രീതിയിൽ ടേസ്റ്റ് വെക്കാം. ചില പിള്ളേർക്ക് നട്ട്സ് ഒന്നും അത്ര ഇഷ്ടമല്ലല്ലോ. പിന്നെ ഞാൻ പറയുന്നത് ഈ നെയ്യേക്കാളും കൂടുതൽ നമുക്ക് ഒന്നും കൂടി നല്ലത് ബട്ടറാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ടർ വെച്ചിട്ടാണ് ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ. അതല്ലാതെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് അതത്ര നല്ലതല്ല. എന്നുവെച്ചാൽ അതിന്റെ ഒരു മണമൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ഏറ്റവും നല്ലത് ബട്ടറാണ്. അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷനാണ് നെയ്യ്. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിൽ പക്ഷെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതല്ലേ നെയ്യ്, അതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് കാണിച്ചത്. പിന്നെ അല്ലാതെ മോൾഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിൽ നല്ല ഷേപ്പിലൊക്കെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോ ഞാൻ ഐസ് ട്രേക്കകത്താണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ സിമ്പിളായിട്ട് നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് അതിന്റെ വിവരങ്ങളൊക്കെ ഞങ്ങളോട് പറയുക, എങ്ങനെ ഉണ്ടായിരുന്നു, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയുക. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.